വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അയോധ്യ മുഴുവൻ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന സംഘപരിവാർ ശക്തികളെയാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റവും സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നത്. വിശ്വാസികളെന്ന് കപടവേഷം ധരിച്ച് ഉദ്ഘാടന മാമാങ്കവും നടത്തി ഇങ്ങനെ കട്ടുതന്നവരെ കയ്യാമം വെച്ച് നടത്തിക്കാൻ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തം വിശ്വസ്തർ തന്നെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയപ്പോൾ തലതാഴ്ത്തി നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അയോധ്യയിലെ കാണിക്കപ്പണം എണ്ണിയിരുന്നത് CCTVയുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ നിന്നാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത്രയ്ക്കും ആസൂത്രിതപരമായിരുന്നു അവിടുത്തെ കൊള്ള മുഴുവൻ നടന്നത്. മോഷ്ടിച്ച പണം ശുചിമുറിയിൽ ഒളിപ്പിച്ച ശേഷം സൗകര്യത്തിനനുസരിച്ച് പുറത്തെത്തിക്കുകയായിരുന്നു പതിവെന്നാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിലെ പ്രതികളിൽ ഒരാൾ വ്യക്തമാക്കിയത്. ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രധാന ഭാരവാഹികളെല്ലാം തന്നെ സംഘപരിവാറാണെന്നത് നമുക്കറിയാം. അവർ തന്നെ ആസൂത്രണം ചെയ്ത ഈ മോഷണം സ്വന്തം ശ്രീരാമൻ്റെ മുതലാണ് എന്നുള്ളത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാകാൻ പോവുകയാണ്. CCTVയെ പോലും വെട്ടിച്ച് ഇങ്ങനെ കളവ് നടത്തുന്നത് ചമ്പതറായിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരാണ്. അതിൻ്റെ വിഹിതം അവരിലേക്കും എത്തുന്നുണ്ടാകാം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രധാന പ്രതിയായ അവിനാശ് ശുക്ലയെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് 2 മണിക്കൂറോളം വളരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കോടിക്കണക്കിന് രൂപയുടെ മോഷണം നടത്തിയതിൻ്റെ ചുരുൾ അഴിഞ്ഞു വീണത്. കാണിക്കപ്പണം എണ്ണുന്ന മുറിയിലെ CCTV ക്യാമറകളുടെ സ്ഥാനം തങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്നും അവയുടെ പരിധിയിൽ വരാത്ത തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ മുതലെടുത്തുകൊണ്ടാണ് പണം അപഹരിച്ചത് എന്നും പ്രതി SITക്ക് മുന്നിൽ സമ്മതിച്ചിരിക്കുന്നു. മോഷ്ടിച്ച പണം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം താൽക്കാലികമായി ശുചിമുറികളിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കുകയും പിന്നീട് അവസരം ലഭിക്കുന്നതിനനുസരിച്ച് സുരക്ഷിതമായി പുറത്തേക്ക് കടത്തുകയുമായിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുകയാണ്. സംഘത്തിലെ ഒരാൾ പണം മോഷ്ടിക്കുമ്പോൾ മറ്റുള്ളവർ അയാൾക്ക് ചുറ്റും ഒരു സുരക്ഷാവലയം തീർത്ത് ക്യാമറകളുടെയും മറ്റുള്ളവരുടെയും നോട്ടത്തിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കൂടാതെ ക്ഷേത്ര ട്രസ്റ്റുമായി അടുത്ത ബന്ധമുള്ളവരായതിനാൽ ആരും തങ്ങളെ സംശയിച്ചിരുന്നില്ല എന്നും ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തുകയാണ്. മോഷ്ടിച്ചെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമിയും വീടും ഒട്ടനവധി വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതിന് മുൻപ് തന്നെ ജൂൺ 5-ാം തീയതി അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ 58 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. ബാക്കി തുക ജൂൺ 5-ാം തീയതി മുതൽ 8 വരെയുള്ള തീയതികളിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി പ്രതികൾ തിരികെ നൽകുകയും ചെയ്തിരുന്നു. നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കാണിക്കപ്പണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും നടന്നിരുന്നു. അങ്ങനെ അയോധ്യയിലെ രാമൻ്റെ പണം മോഷ്ടിച്ചത് അയോധ്യയിലെ ട്രസ്റ്റ് ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ സ്വന്തക്കാരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനപ്പുറം നാണക്കേട് വേറെയില്ല. ഒന്നുകിൽ അടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ നടക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ട് യോഗി ആദ്യം രാജിവെക്കും, അല്ലെങ്കിൽ തനിക്കും തൻ്റെ വിശ്വസ്തർക്കും സംഭവിച്ച ഇത്രയും വലിയൊരു വീഴ്ചയിൽ നരേന്ദ്രമോദി ആദ്യം രാജിവെക്കണം. യോഗി തോറ്റാൽ അത് നരേന്ദ്രമോദിയുടെ കൂടി പതനമായിരിക്കും. അയോധ്യയിലെ പണം മോഷ്ടിച്ച BJPക്ക് ഇനി UPയിൽ നിലനിൽപ്പില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.